E-Master Digital Education App Kerala syllabus 8ാം ക്ലാസ് മുതൽ +2 വരെ. Download now. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. കൈയും കാലും ഒക്കെ വേദനയാ. ദയവേത് ഇതെന്നെ അടിക്കരുത്. സത്യമൊക്കെ പറഞ്ഞാ നിനക്ക് ഇത്ര വേദനിക്കേണ്ട കാര്യമുണ്ടോ? പറയണേ. ഇതിനൊന്നും എവിടെ നിന്നൊക്കെ മോഷ്ടിച്ചത്? ഞാൻ പറഞ്ഞ സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വീണ്ടും അത് തന്നെ പറയാ. നീ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? ഇങ്ങോട്ട് മാറി. എന്നെ അടിക്കല്ലേ, ഒന്നും ചെയ്യല്ലേ. ഞാനൊന്നും അല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. സർ, അത് പ്രതി ആള് ചെറുതാണെങ്കിലും ചില്ലറക്കാരിയൊന്നുമല്ല. അവൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. അവൾ ഇതുവരെ ചെയ്ത മോഷണങ്ങളും കുറ്റകൃത്യങ്ങളും അവളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. മുഴുവൻ പറയിപ്പിച്ചിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും. സർ, അത് പറയാനാ ഞാൻ വന്നത്. കേസ് എടുക്കൊന്നും വേണ്ട. ബാലാമണിക്ക് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായും മറ്റും. എന്റെ ബാഗിലെ ആഭരണങ്ങൾ കണ്ടപ്പോ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമോശം സംഭവിച്ചായിരിക്കും. എനിക്ക് അവളുടെ പേരിൽ പരാതി ഒന്നുമില്ല. സാറ് ഈ കേസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? കേസ് വേണ്ടെന്ന് വെച്ചാൽ പോലീസ് എല്ലാ നടപടികളും അവസാനിപ്പിക്കുന്ന. നിങ്ങൾ അവളോട് ക്ഷമിച്ചു എന്ന് വെച്ച് അവൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. മനസ്സിലായോ? സർ, അവളൊരു പെൺകുട്ടിയല്ലേ. അവളുടെ ഭാവി ഓർത്തെങ്കിലും അവളെ ഈ കേസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം. ബാലാമണിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ അവൾ ചെയ്ത കുറ്റം നിസ്സാരമല്ല. ഇപ്പം നമ്മൾ അവളോട് ക്ഷമിച്ച കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവൾക്കത് പ്രചോദനമാവും. ഭാവിയിൽ അവൾ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറും. മുളയിലേ നുള്ളണം. നിങ്ങളെപ്പോലെ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. സോറി സർ. കുറ്റവാസനയുള്ള കുട്ടിയൊന്നും അല്ല ബാലാമണി. ദൈവവിശ്വാസിയായ ഒരു പാവ. ബാലാമണിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ തെളിവുകൾ മുഴുവനും അവൾക്കെതിരാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല സാർ. ഈ പ്രായത്തിലൊരു മകൾ സാറിനുണ്ടായിരുന്നെങ്കിൽ ആ മോള് അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ ഒരു തവണത്തേക്കെങ്കിലും സാറൊന്ന് ക്ഷമിക്കില്ലേ? അതുപോലെ ഇത്തവണത്തേക്കൊന്ന് സാർ ബാലാമണിയോട് ക്ഷമിക്കണം. ഞാൻ സാറിനോട് അപേക്ഷിക്കുക. അവൾ നിങ്ങളുടെ ആരാ? എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാ. എങ്ങനെയെങ്കിലും സ്വന്തം കുടുംബം കരകയറ്റാനുള്ള ശ്രമത്തിലാ പാവം. മോഷണ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ എനിക്കുറപ്പാ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇനി ഇങ്ങനെയൊരു തെറ്റ് ബാലാമണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സർ. ആ കുട്ടിയോട് അല്പം ദയ കാണിക്കണം. സർ, ആ ബാലാമണി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. സർ, തൊണ്ടി മുതലോടെ ഒരു പ്രതിയെ കണ്ടെടുത്തിട്ടും വിട്ടയക്കുന്നത് ആദ്യമായിട്ടാ. അവളുടെ ഭാഗത്ത് ഇനി എന്തെങ്കിലും ഉണ്ടായാ നിങ്ങൾ അടക്കം സമാധാനം പറയേണ്ടി വരും. ഇല്ല സർ, ഉണ്ടാവില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരേണ്ടി വരും. ഇരിക്കും. ശരി സർ. അതെ, സാർ ഇവിടെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു.
മാറി നിൽക്കാം. തൽക്കാലം നിന്നെ ഞാൻ വിട്ടയക്കുന്നു. വീണ്ടും നീ മോഷണം നടത്തി എന്നറിഞ്ഞാ നിന്റെ നഖത്തിൽ ഞാൻ മുട്ടുസൂചി കയറ്റും. മറക്കണ്ട. ഇവരുടെ ആഭരണം നീ തന്നെ കൊടുത്തോ. കൊടുക്ക. നിക്ക്. അങ്ങനെ വെറുതെ കൊടുത്താ പോരാ. ചേച്ചിയുടെ ബാഗ് തുറന്ന് ഞാൻ ഈ ഓർണമെന്റ്സ് മോഷ്ടിച്ചതാണെന്നും അത് വലിയ തെറ്റായി പോയെന്നും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു വേണം നീ ഇത് കൊടുക്കേണ്ടത്. ആ കൊടുക്ക്. ഇത് ഞാൻ എടുത്തിട്ടില്ല അഭിനയിച്ച്. ഇപ്പോഴും കണ്ടില്ലേ, ഇവള് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, പക്ക ക്രിമിനലാ. ഇനി നീ വളച്ചിൽ കാണിച്ചാൽ ഒക്കെടുത്ത ലോക്കപ്പിലിട്ട് പെരുമാറ ഞാൻ. സാറ് പറഞ്ഞതുപോലെ പറഞ്ഞേക്കും മോളെ. ചേച്ചിയുടെ ബാഗ് ഓർന്ന് ഞാനിത് മോഷ്ടിച്ചത് വലിയ തെറ്റായിപ്പോയി. ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. പറയടി. ചേച്ചി ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. പോയിക്കോ. ആ പിന്നെ കേസിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി ചിലപ്പോ ഇനിയും വിളിച്ചെന്നിരിക്കും. അപ്പൊ വരേണ്ടി വരും. ശരി സാർ. വേദനയുണ്ടല്ലേ? മോളെ മുത്തശ്ശി, മോളെ പോലീസുകാർ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല മുത്തശ്ശി,
എന്റെ കുട്ടി എന്തിനാ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത് ഭഗവാനെ? മോള് വേഗം കുളിച്ചിട്ട് വാ. മോളുടെ പേരിലെ ഒരു ശത്രു സംഹാര പൂജ കഴിപ്പിച്ചിട്ട് വരാം. ഞാനൊന്ന് തിരുമേനിയെ കാണട്ടെ. മോള് വേഗം വാ. ബാലാമണി, മോളെ, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. സ്വന്തം അനിയത്തെ പോലെ കണ്ടതുകൊണ്ടാ ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്റെ കയ്യിൽ ആകെയുള്ളത് ഈ സ്വർണ്ണാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടും നീ എന്നോടിങ്ങനെ ചേച്ചി, ഞാനാ ഈ ആഭരണങ്ങൾ എടുത്തേന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അവസ്ഥ എന്റെ അവസ്ഥയേക്കാൾ മോശമായതുകൊണ്ടാ നീ ഇതെടുത്തേന്ന് എനിക്കറിയാം മോളെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. ഈ ആഭരണങ്ങൾ മുഴുവൻ നിനക്ക് തന്ന ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് മോളിത് വെച്ചോ. യവനേച്ചി, ഞാൻ കള്ളിയല്ല. ഇന്നേ വരെ ഞാൻ ആരോടും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് എപ്പോഴും ചീത്തപ്പേര് തന്നെ. എന്നെ എമ്മനും ചെങ്ങലൊന്ന് വിശ്വസിക്ക്. മോളെ, മോളെ, വേണ്ട വേണ്ട ചേച്ചി, പലമണി കള്ളിയല്ല. പലമണി കള്ളിയല്ല. പലമണി കള്ളിയല്ല ചേച്ചി. പലമണി കള്ളിയല്ല. വേണ്ട ചേച്ചി, ഞാൻ മോഷ്ടിച്ചില്ല. കള്ളിയല്ല ചേച്ചി, പലമണി കള്ളിയല്ല. ഞാൻ കള്ളിയാണെന്ന യമുനേച്ചി പോലും വിശ്വസിക്കുന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ടും യമുനേച്ചി പോലീസും ഒന്നും വിശ്വസിക്കുന്നില്ല. ചെയ്യാത്ത തെറ്റിന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കൊണ്ടു. ഇപ്പോഴും ശരീരം മുഴുവൻ വേദന. പക്ഷെ പോലീസിന്റെ അടിയേക്കാളും എന്നെ വേദനിപ്പിച്ചത് ഞാൻ കള്ളിയാണെന്ന് യമുനേച്ചി പറഞ്ഞതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും ഞാൻ എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുക? ഒന്നും പറഞ്ഞത്താ എന്റെ കൃഷ്ണ. എന്നെ ഇഷ്ടപ്പെട്ടിരുന്നവരൊക്കെ വെറുപ്പോടെ ഇപ്പൊ എന്നെ കാണുന്നത്. യമുനേച്ചിക്ക് പോലും ഇപ്പൊ എന്നെ വിശ്വാസമില്ല. എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അക്കരണി വന്ന് എന്നെ ആശ്വസിപ്പിക്കാറുള്ളതാ.
ഇപ്പൊ അക്കരുണ്ണി എന്നെ കാണാൻ വരാറില്ല. എനിക്ക് കണ്ടാന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുപോയി. പക്ഷെ അക്കരുണ്ണി അത് കാര്യമായിട്ടെടുത്തു. ഇപ്പോ എന്നെ കാണാൻ വരാറില്ല. വരില്ല, അവൻ വരില്ല. ഒരു പെരിങ്കള്ളിക്ക് വേണ്ടി ഇനി എന്നോട് ന്യായം പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല. ആ തിരുമേനി വരിക. ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ന്യായങ്ങളാ അവൻ പറഞ്ഞത്? ഒന്ന് ഓർത്തു നോക്ക്. ഒന്ന് ഓർത്തു നോക്ക് തിരുമേനി. ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ്. അതാണ്, ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവൾ വിശ്വാസിയാണോ? ക്ഷേത്രത്തിൽ വെച്ച്, ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കഴകപ്പുരയിൽ വെച്ച്, നമ്മുടെ ഭഗവാന്റെ കൺമുമ്പിൽ വെച്ച്, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ ബാഗ് കുത്തി തുറന്ന് അവരുടെ സ്വർണം മോഷ്ടിച്ചെടുത്ത ഇവൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? അത് പിന്നെ അവിശ്വാസി തന്നെ. വിശ്വാസി ഇത്തരം വേലത്തരം ചെയ്യോ? ഇനിയിപ്പൊ അത് പോട്ടെ. അക്കരെ ഉന്നി വേറെയും ചില ന്യായവാദങ്ങളൊക്കെ നിരത്തിയിരുന്നല്ലോ. തിരുമേനിക്കത് ഓർമ്മ കാണും അല്ലേ? ഒന്ന് ഓർത്ത് നോക്കേ. ഓർത്ത് പറയേ അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറയാം. പറയേ. ക്ഷേത്രാചാരങ്ങൾക്ക് നിരക്കാത്തതൊന്നും ഇവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തോടത്തോളം കാലം ഇവളെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ലെന്ന്. ക്ഷേത്രാചാരങ്ങൾ അതിനാണ് പ്രധാനം. പക്ഷേ അതിന് നിരക്കാത്തത് പലതും ഇവൾ കാരണം ഇവിടെ നടന്നിരിക്കുന്നു. ഇനി പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെയാണ് നമ്മുടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാറ് ആണല്ലോ. എന്നാൽ പോലീസുകാർ യൂണിഫോം അഴിച്ചു വെക്കാതെയാണ് ക്ഷേത്രത്തിനകത്ത് കയറി നിരങ്ങിയത്. ആര് കാരണം? ഇവള് കാരണം. ഭഗവത്ഗീതയിൽ ഭക്തിമാർഗം ആത്മീയതയെയും മോക്ഷാത്മകതയെയും സൂചിപ്പിക്കുന്നു. ഭക്തിയുടെ തത്വങ്ങൾക്ക് സ്നേഹവും ഭക്തിയും കലർന്ന വികാരാംശമാണുള്ളത്.